ഇപ്പോൾ ചിക്കൻ എടുക്കണം. ഡേർട്ടി ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കാൻ പ്ലാന്. അപ്പോൾ നമ്മളിവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. തക്കാളി അരച്ചത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആണോ എന്താ വാട്ടർ എക്സ്പെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. ഗൂഗിളിൽ ഇനി സെർച്ച് ചെയ്ത് നോക്കണം എന്തൊക്കെ സാധനമാണ്. പെരി പെരി ഗാർലിക് സോസ് മയോ ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. അതായത് കിച്ചണിലെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ. കാച്ചും പ്രിയയും ഞാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇതാ ഞങ്ങൾ അസ്തയിലെത്തി കേട്ടോ. ഇപ്പോൾ ഇതാ കാച്ചു നേരെ വന്നിരിക്കുന്ന ടോയ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. ഏതെടുക്കണമെന്ന് ഇങ്ങനെ പരതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് നോക്കിക്കോട്ടെ, എല്ലാം നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു വന്നാ. കാച്ചു ഏത് ടോയിയാ കാച്ചു എടുത്തത്? ടോയുടെ പേരറിയാമോ? എന്ത് പേരാ? ഡോഗിൻ്റെ ടോയ് ആണ് എടുത്തത് ആണോ? നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു ഇവിടുന്ന് കേട്ടോ. ഇതാ ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു. ഇപ്പോൾ ചിക്കൻ എടുക്കണം. ഫ്രീ ചെയ്തേണ്ട അവിടെ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തോടി? പ്രോൺസോ? പ്രോൺസ് എടുത്തിട്ട് എന്തെടുക്കാനാ? ചെമ്മീൻ തീയലോ? ഇതാ കാച്ചുവിന് നമ്മളൊരു പിസ്സ എടുത്തിട്ടുണ്ട് കേട്ടോ. പെപ്പറോണി പിസ്സയാണ്. കാച്ചുവിന് പെപ്പറോണി പിസ്സയാണ് ഇഷ്ടം. കാച്ചുവിന് പെപ്പറോണി പിസ്സയല്ലേ ഇഷ്ടം അല്ലേ? പിന്നെ ഇതാ പ്രിയ എന്തോ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ചിക്കൻ പിസ്സയോടെ പ്രിയ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ പിസ്സ അല്ലേടി? ചിക്കൻ പിസ്സ അല്ലേ? ആ ഓക്കെ. എടി രാത്രി എന്താ ഉണ്ടാക്കാനടി പ്ലാന്? ഡേർട്ടി ലോഡഡ് ഫ്രൈസോ? ആഹാ ഓക്കെ. അപ്പോൾ ഡേർട്ടി ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കാൻ പ്ലാന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഐസ്ക്രീം എന്ന് കേട്ടപ്പോൾ തന്നെ കാച്ചു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. ഇറങ്ങി സ്ട്രോബെറി തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ചൂസ് ചെയ്ത്. അങ്ങനെ നമ്മൾ അസ്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ച് ഇനിയിപ്പോൾ ഹാലിഫോർഡ് നിന്ന് കയറണം വണ്ടിയുടെ ഓയിൽ മേടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതാ കാച്ചു കാർ സീറ്റിലിരിപ്പുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതാ പ്രിയതായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. ഓക്കെ. ഇതങ്ങനെ ഹാലിഫോർഡിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് വണ്ടിയുടെ ഓയിൽ മാറാനായിട്ട്. ഓയിൽ ഓൾറെഡി മേടിച്ചു. ഇനി ഹാലിഫോർഡിൽ നിന്ന് ആൾ വന്നിട്ട് മെക്കാനിക്ക് വന്നിട്ട് ഇത് ഓയിൽ മാറിത്തരും കേട്ടോ. എന്തെടുക്കുവാ? ചിപ്സ് കഴിക്കണോ? ആഹാ ചിപ്സ് കഴിക്കും അല്ലേ? എന്നാ സീറ്റിൽ കയറിയിരി. അച്ചയ്ക്ക് എവിടെ ചിപ്സ്? അച്ചയ്ക്ക് എവിടെ ചിപ്സ്? സോൾട്ടി ആണോ? ഓക്കെ താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഓയിലൊക്കെ വണ്ടിക്ക് ഒഴിച്ചു, സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാ ഇപ്പോൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതേ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുക്കിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കാണാം. അപ്പോൾ നമ്മളിവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ. ഞാൻ സവാള അരിഞ്ഞതിന് കുറ്റം പറയണം. അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ചിക്കൻ കറിക്കുള്ള ചിക്കനാണ് കേട്ടോ. അത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടം പോലെ വെള്ളി വീഴുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ.
ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിക്കുള്ള ചിക്കനാണിത്. ഇവിടെ നമ്മൾ ഈ ചിക്കൻ ചെറുതായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത്. തക്കാളി അരച്ചത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ ചേർക്കണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. ഇപ്പോഴാണ് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതില്ല, വഴക്കുണ്ടാക്കിയുണ്ട്. അതല്ല, മറന്നുപോയെന്ന് സമ്മതിക്കരുത് കേട്ടോ. ലോഡഡ് ഫ്രൈസിൻ്റെ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിന് ശേഷം എന്താ വേണ്ടേ, മല്ലിപ്പൊടി. അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കും. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർക്കാൻ പോവാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ കട്ടയായിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ എന്തിനാ കട്ടിലേന്ന് എണ്ണീറ്റ് വന്നേ? എന്തിനാ, എന്തോ വേണ്ട? വാട്ടർ എക്സ്പെൻസറോ? അതെന്തോ സാധനം? ഇങ്ങോട്ടോ പറഞ്ഞിട്ടോ. വാട്ടർ എക്സ്പെൻസറോ? നോക്കട്ടെ എന്തോ. ഞാനത് എന്തോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ ആണോ എന്തോ വാട്ടർ എക്സ്പെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. ഗൂഗിളിൽ ഇനി സെർച്ച് ചെയ്ത് നോക്കണം എന്തൊക്കെ സാധനമാണ്. അത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ തിളയ്ക്കുന്ന കണ്ട, ചിക്കൻ കറി ഇങ്ങനെ തിള കണ്ട. കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്താടി ലോഡഡ് ഫ്രൈസ്. ഇത് നമ്മൾ ഫ്രൈസ് ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഫ്രയറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 200 ഡിഗ്രിയിൽ 5 മിനിറ്റത്തേക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഫ്രൈസ് 5 മിനിറ്റിലായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് 200-ൽ തന്നെ ഒരു 7 മിനിറ്റ് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മളിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എയർ ഫ്രയറിൽ വെച്ചാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ചിക്കനേ ഉള്ളൂ. ഇത് നമ്മളിനി എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം എങ്ങനെ ചിക്കൻ എന്തായിരുന്നു. ചിക്കൻ നമ്മൾ എടുത്തിട്ട് വീണ്ടും 10 മിനിറ്റിലേക്ക് ഇട്ടു കേട്ടോ, 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ. കാരണം അതായിട്ടില്ല. അപ്പോൾ 10 മിനിറ്റ് കൂടി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ചീസ് വെക്കാൻ പോകണം കേട്ടോ. കുറച്ച് ചീസ് വെച്ചിട്ട് ഇനിയിപ്പോൾ ചിക്കൻ അതിലേക്ക് ഇടാൻ പോകണം. ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് 3 ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ആ ചിക്കനും ഫ്രൈസും അതുപോലെ തന്നെ ചീസും കൂടെ നമ്മളിനി ഓവനിലേക്ക് വെച്ച് ഹീറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. പ്രീ ഹീറ്റഡ് ആവാനായിട്ട് വെക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിതാ സ്റ്റോൺ ബേക്ക്ഡ് BBQ ചിക്കൻ പിസ്സ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ പിസ്സ. ഈ പിസ്സ ഇങ്ങനെ മുറിച്ചിട്ട് ചൂടാക്കാൻ വെക്കണം കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നമ്മൾ ഓവനിൽ നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിനി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെരി ഗാർലിക് സോസ് മയോ ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. പിസ്സയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. കുറച്ച് കഴിച്ചു നോക്കടി വേണ്ടെന്ന് പറയാം. ഇതാണ് കേട്ടോ. അങ്ങനെയുണ്ട്, സൂപ്പറാണോ? ഞാനിച്ചിരി കഴിച്ചു നോക്കട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പൊളി സാധനം, അടിപൊളി സാധനം കേട്ടോ. അടിപൊളി സാധനമാണ്. ആ ചീസിൻ്റെയും ഒക്കെ കൂടെ ടേസ്റ്റ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബായ്. ബായ് പറഞ്ഞേ, ബായ്.